ക്രിസ്മസ് ആയിട്ട് ആർക്കും തയ്യാറാക്കാവുന്ന രീതിയിൽ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയാലോ? നോ ആൽക്കഹോൾ, നോ സോക്കിംഗ്. എന്നാൽ വായോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ വലിയ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി കുരുവില്ലാത്തതാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ ദാ ടൂട്ടി ഫ്രൂട്ടി 3 കളറും കൂടി വരുന്നതാണ് കേട്ടോ. അതൊരു 2-2.5 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇട്ടാൽ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2-2.5 സ്പൂണ് അത്രയും മതി. പിന്നെ ദാ ഒരു 4-5 ഡേറ്റ്സ്, 4-5 ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ഇതാ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് താഴെ വരുന്നത് അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ, ബ്രൗൺ ഷുഗർ. ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് കേട്ടോ ഞാനിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് നമ്മളിതാ മിക്സിയിലൊന്ന് പൊടിച്ച് വെക്കണം. ബാക്കിയുള്ളത് നമുക്ക് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, വൈറ്റ് ഷുഗർ ആയാലും മതി. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ബാക്കി 1/2 കപ്പ് ഉള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കാരമൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചെടുക്കരുത്, മുഖത്തേക്കൊക്കെ പാളും. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. സമയത്ത് തീയൊക്കെ ഒന്ന് കുറച്ചിട്ടോ. കാരമൽ ചെയ്യുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനും കരിഞ്ഞൊരു ചുക വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ കാരമൽ ചെയ്ത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കണ്ട, ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കാഷ്നട്ടും കൂടി വരും, അതിപ്പോൾ ചേർക്കണ്ട. നമ്മൾ ലാസ്റ്റ് കേക്കിൻ്റെ മിക്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിപ്പോൾ 1/2 ടീസ്പൂണ് കരയാമ്പ് പൊടിച്ചതാണ് കേട്ടോ, അത്ര മതി. 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഒരുപാട് വറ്റിച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കുമ്പോൾ ചേർക്കുമ്പോൾ എല്ലാം കൂടി ഉരുണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് അത്ര മതി. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 തവണയാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി ഒരു ബേക്കിംഗ് പൗഡർ എടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ സ്പൂൺ കൊണ്ട് ഒന്ന് വടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അത് 1/4 ടീസ്പൂൺ മാത്രം മതി. അതും ഇതുപോലെ തന്നെ ഒന്ന് വടിച്ച് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ചേർത്തത് ഉപ്പാണ് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ 1 തവണ മാത്രം അരിച്ചതാണ് കേട്ടോ കാണിക്കുന്നത്. 2-3 തവണ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒരു 10 കാഷ്നട്ട് കല്ലേലൊന്ന് കുത്തിപ്പൊട്ടിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് മൈദയിൽ നിന്ന് 2 ടീസ്പൂണ് മൈദ എടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്കിലേക്ക് 2 മുട്ടയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരു തരി വെള്ളമോ അങ്ങനെ ഒന്നും പാടില്ല. നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 മുട്ടയും നമ്മളിതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലിന് പകരം ഒലിവ് ഓയിലായാലും ചേർക്കാം. ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കേക്കൊക്കെ തയ്യാറാക്കേണ്ടത്. ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് ആ മിക്സ് എല്ലാം ഇതിലേക്ക് ഒന്ന് വടിച്ചൊഴിക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈവനായിട്ട് നന്നായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാഷ്നട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, മൈദയിൽ മിക്സാക്കി വെച്ചിരിക്കുന്നത് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ലാസ്റ്റ് ചേർത്താലും മതി, ഞാൻ പെട്ടെന്ന് അങ്ങ് ചേർത്ത് കേട്ടോ. പൊടികൾ ചേർത്തിട്ട് മതിയായിരുന്നു, പിന്നെ ചേർത്ത് പോയി. ഇനി ഇതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കരയാമ്പ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിതാ ഇതിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്ക് ടേസ്റ്റ് ആവില്ല. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സും കാര്യങ്ങളൊക്കെ അടിയിലായി പോകും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഓറഞ്ച് മെർമലേഡാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 2.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്താൽ പ്ലം കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഓവനൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180ൽ ഒരു 40-45 മിനിറ്റ് വേണം. അപ്പോൾ ഇത് 7 ഇഞ്ച് വരുന്നൊരു ട്രേ ആണ്. ഇതിൽ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വരുന്നത് ഒരു 3/4 കിലോ വരും കേട്ടോ. 1 kg താഴെയാണ് ഈ ഒരു പ്ലം കേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഒന്ന് വടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓവനിലേക്ക് കേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 40-50 മിനിറ്റെങ്കിലും നമ്മുടെ ഈ കേക്കിന് ആയിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഇട്ടേക്കാം. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിൽ നിന്നൊന്ന് വിരിയിച്ചെടുത്ത് മുറിക്കുന്നത്. ഇരിക്കുന്നതോറുമാണ് കേട്ടോ ഈ കേക്കിന് ടേസ്റ്റ്, പ്ലം കേക്കിന്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് കമത്തിയിട്ട് കൊടുത്ത് ഒന്ന് ബാക്കൊന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേനും ഇതൊന്ന് വിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റ് പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റും കൂടി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സെയിൽ ചെയ്യാനും ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ സൂപ്പർ കേക്കാണ്. അപ്പോൾ കണ്ടില്ലേ, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ സോക്ക് ചെയ്യാത്ത ഈ ക്രിസ്മസ് പ്ലം കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.